വെൽക്കം ബാക്ക് ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഹൈക്ക് ആൻഡ് ട്രൈബ്സ്. നമ്മൾ നിർത്തി നിൽക്കുന്നത് ഓക്സിഫാം റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓക്സിഫാം റിസോർട്ടിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ റിസോർട്ടിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആക്ച്വലി ഇന്നലെ നൈറ്റ് ഇവിടുത്തെ റിസോർട്ടിൻ്റെ ഓണർ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ചെറിയ മിനിയേച്ചർ ക്രാഫ്റ്റിൻ്റെ ഒരു ചെറിയ മീറ്റപ്പ് നടക്കണമെന്നുള്ളത്. അപ്പോൾ മിനിയേച്ചർ ക്രാഫ്റ്റിനെ കുറിച്ച് വലിയ ധാരണ എനിക്കില്ല. നിങ്ങൾക്ക് അത് ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടിട്ടുണ്ടായിരിക്കും അധികം പേരും, പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ നമുക്ക് ആ മിനിയേച്ചർ ക്രാഫ്റ്റിൽ അവർ കൊണ്ടുവന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് കാണാനും അത് പരിചയപ്പെടാനും നമ്മുടെ പ്ലാൻ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അവിടെ കാണാണ്ടി പോകുന്ന കാഴ്ചകൾ നമുക്ക് എങ്ങനെ അറിയത്തില്ല. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. ബാ പോവാം. എൻ്റെ മോനെ, നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാ സംഭവങ്ങളും കണ്ടിട്ട് വന്നതാണ്. ഒരുപാട് സാധനങ്ങൾ, നമ്മുടെ ആടുതോമേൻ്റെ ചെകുത്താനുണ്ട്, പിന്നെ നമ്മുടെ വരവേൽപ്പ് ബസ്സുണ്ട്, ഭ്രമരമുണ്ട്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ സംഭവം ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് കാണാൻ പറ്റിയ ഐറ്റമല്ല. ഇത് നമ്മൾ ഓരോ സംഭവവും നോക്കി നിന്നിട്ട് പരിചയപ്പെടേണ്ട. അവർ ചെയ്ത ആൾക്കാരെ വെച്ച് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്യുന്നൊക്കെ ഉള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു അറിവ് ഞങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പം അത് പിടിക്കണമെങ്കിൽ ആദ്യം ഇവരൊന്ന് സെറ്റാവണം. സെറ്റാക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാണ്ട് പോവാണ്. നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. കാരണം പക്ക കോപ്പി, ഒരു സാധനം എങ്ങനെ ഇത്ര സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കഴിഞ്ഞോട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു വാൻ ലൈഫ് സെറ്റപ്പിൽ ഒരു വലിയൊരു വാൻ സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത ആർട്ടിസ്റ്റ് ഇതല്ലേ അർജുൻ എന്നൊരു ആളാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം പുള്ളി നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ബട്ട് അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഇവർ ഈ ഒരു വാൻ ലൈഫ് പോലെ സംഭവത്തിനുള്ള എന്തൊക്കെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതുണ്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുന്ന ഇതുണ്ടോ, ഇതുണ്ടല്ലോ ഫ്രണ്ട് സൈഡ്. ഇതാ ഇവരുടെ 2 ബെഡ്റൂം ടൈപ്പ് സാധനങ്ങളാണ് അതുകൊണ്ടൊക്കെ വെച്ചേക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇവരുടെ കിച്ചൺ, ഒരു മോഡുലർ കിച്ചണാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുന്നതല്ലേ. കിച്ചൺ ടൈപ്പ് സെറ്റപ്പ് ഉണ്ട്. അതിനപ്പുറം ഈ സൈഡിൽ നല്ല വാഷ് ബേസിൻ, അവരുടെ ആ ഒരു കൈൻഡ് ഓഫ് സംഭവമാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ വാൻ ലൈഫ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ അവരുടെ ഈ എന്താണ് വാഷിംഗ്, അതുപോലെ ബാത്തിങ് ഒക്കെ. അതിന് വേണ്ടിയിട്ടാണല്ലേ 2 ടൈപ്പ് ഓഫ് സംഭവങ്ങൾ. ഇതാ ഇവിടെ ഒരു ബാത്റൂമുണ്ട്, ഇതിനിപ്പത്തൊരു ബാത്റൂമുണ്ട്. അപ്പോൾ 2 ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വാനിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ഒരു വലിയ ടൈപ്പ് ഓഫ് സ്ഥലം സ്പേസ് വെച്ചിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ വാൻ ലൈഫിലൊരു വണ്ടി എങ്ങനെയാണോ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സെയിം ടെക്നോളജി, ആ സെയിം രീതിയിലാണ് ഇവരുടെ ഈ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ മിനിയേച്ചർ ക്രാഫ്റ്റ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് തലയൊന്നും പോരാ. നമ്മൾ ഇരുന്ന് ഇതെങ്ങനെയാണ് ഈ വാൻ ലൈഫ് സെറ്റ് ചെയ്യുക എന്നുള്ളത് പഠിച്ച്, അതിനുശേഷം ഇതെങ്ങനെ ഇത് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് പഠിച്ച് ഇതിങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് പൂർണ്ണമായൊരു പഠനം ആവശ്യമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈച്ച് ആൻഡ് എവറിത്തിങ് അവർ സ്പെസിഫൈ ചെയ്തിട്ടാണല്ലേ ഓരോ പാർട്ടും അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും നല്ല ടയേഴ്സൊക്കെ ഉണ്ടോ, പക്ക റിയലിസ്റ്റിക് ടയേഴ്സ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു വാൻ ലൈഫിലെ വണ്ടി കാണാൻ പറ്റുന്നതല്ല, അവർ AC വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അത് ഉണ്ടെങ്കിൽ അതിൻ്റെ ഔട്ടറിലേക്കുള്ള വിൻഡോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ ഒരു വാൻ ലൈഫിൽ എങ്ങനെയാണെന്നുള്ളത് കാണാം. ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. ഇതുണ്ടോ, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ വണ്ടി മൂവബിൾ ആണ് കേട്ടോ. ഈ വണ്ടി മൂവബിൾ ആണുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ വയേഴ്സൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അർജുൻ വരുമ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ മെത്തേഡ് എങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി എന്തൊക്കെ സംഭവം വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാൻ പറ്റും. ഇതിൻ്റെ ഇതുണ്ടല്ലോ ഒരു സംഭവമാണ്.
ഇതിൻ്റെ ഉള്ളിലല്ലേ ഈ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലല്ലേ ഇതാ അത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആട്ടോ ഈ വണ്ടി. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന നമുക്ക് ഇതല്ലേ ഉള്ളിൽ ഇതിൻ്റെ പാന് ബോർഡ്സ് എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രൈവിങ്ങിലെ സ്റ്റിയറിങ്സ് എല്ലാം സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് സീറ്റൊക്കെ ഉണ്ടല്ലേ, എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ കൈ പോലും കിടക്കൂല, കാണാൻ പറ്റുന്നില്ല, കൈ പോലും കിടക്കൂല. ഇതിൻ്റെ ഉള്ളിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണെന്നുള്ള സംഭവം നമുക്ക് ഈ ആളുടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ക്രിയേറ്റ് ചെയ്ത ആളുടെ നമ്പേഴ്സൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഈ സംഭവം നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഈ പേരെവിടെയും കണ്ടിട്ടുണ്ടാവോ? ആക്ച്വലി ഈ പേര് കേൾക്കാത്ത മലയാളികളുണ്ടാവില്ല. കാരണം ഗൾഫ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് മോഹൻലാലിൻ്റെ പടമാണ്. വരവേൽപ്പ് സിനിമയിൽ മോഹൻലാലിൻ്റെ വാഹനമായിട്ട് യൂസ് ചെയ്തതാണ് ഈ ബസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് എടുക്കാൻ പറ്റുമോ നോട്ടെ. വെയിറ്റ് ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബസ്. അതിൻ്റെ എല്ലാ സ്പെക്കും അവർ കീപ്പ് ചെയ്തിട്ടുണ്ടോ. ടയേഴ്സ്, അതിൻ്റെ ചെയേഴ്സ് എല്ലാം ഇതാ അമ്പലക്കടവ് ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് നമ്പർ സെയിം ആണെന്ന് തോന്നുന്നു ആ ഗൾഫ് മോട്ടോഴ്സ്. അപ്പോൾ ഇതല്ലേ ഇത്രയും കാര്യങ്ങൾ ഇവർ അത് നോട്ട് ചെയ്ത് ഈ സംഭവം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ ഒരുപാട് നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. കാരണം അത്രയും മെനക്കെട്ട് ഇവിടെ എടുത്ത് വർക്കാണ്. ഓക്കെ, അത് ഇത് എനിക്ക് തോന്നുന്നു ലാലേട്ടൻ ഫാൻസ് ആട്ടോ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. ലാലേട്ടൻ്റെ ഈ വണ്ടി കണ്ടിട്ടുണ്ടെങ്കിലാണെങ്കിലും ഇത് നമ്മുടെ നരസിംഹത്തിലെ വണ്ടിയാണ്. ഓക്കെ, ഇതുണ്ടല്ലേ ഈ നരസിംഹ ജീപ്പ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് ടയേഴ്സ് ഇതൊക്കെ പക്ക അതുപോലെ തന്നെ മേക്ക് ചെയ്തേക്കുന്നുണ്ടാവും. ഫ്ലാപ്പുകൾ, സ്റ്റിയറിങ്. പിന്നെ ഈ വണ്ടിക്ക് പ്രത്യേകത ഉണ്ട്, ഇത് റിവേഴ്സ് ഗിയറില്ല. ഇത് അഗെയിൻ നമ്മുടെ ഇത് ഉസ്താദല്ലേ ഫിലിമിൽ മോഹൻലാൽ യൂസ് ചെയ്ത ആ ഒരു മോഡലിൻ്റെ മിനിയേച്ചറാണ് സാധനം. ഇത് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. ഇത് പ്രത്യേകിച്ച് മലയാളികൾക്കായിട്ട് അപ്പുറം വയനാട്ടുകാർക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണിത്. നമ്മുടെ താമരശ്ശേരി ചുരമില്ലേ, താമരശ്ശേരി ചുരത്തിൽ ഉള്ള ഐറ്റാണിത്. ഇത് നമ്മുടെ പപ്പു പറഞ്ഞ നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ ഉള്ള അതേ സെറ്റപ്പാണ്. ഇത് വെയ്റ്റ്ലെസ് ആട്ടോ, സംഭവം എല്ലാം വെയ്റ്റ്ലെസ് ആണ്. ഉണ്ടെങ്കിൽ ടയേഴ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് തൽക്കാലം ഒരു ഉണക്ക വാഴയിൽ ഇടിച്ച് നിർത്താം. ഓക്കെ, സെറ്റ്. പിന്നെ KSRTC ബസ്സുകളാണ് ഇങ്ങനത്തെ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത്. ബസ്സിൻ്റെ KSRTC ടൈപ്പ് ഉണ്ട്, പ്രൈവറ്റ് ഈ ടൈപ്പ് ഓഫ് ബസ്സുകളുടെ ഉണ്ട്, ടൂറിസ്റ്റ് ബസ്സുകളുടെ സംഭവങ്ങളുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് വ്യത്യസ്തമായ സംഭവങ്ങളാണ്. ഇത് ചിരട്ടയിൽ സെറ്റ് ചെയ്താണ് ഇവർ. ചിരട്ടേൻ്റെ ഓരോ സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയാണ് ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ. ഇതിനകത്ത് അധികം വണ്ടിപ്രേമികൾക്ക് തോന്നുന്നു ഉണ്ടാക്കിയേക്കുന്നത്. അധികം വണ്ടികളാണ് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതുണ്ട് ഇതുപോലത്തെ ഈ ചിരട്ടയിൽ ഉണ്ടാക്കിയേക്കുന്ന മിനിയേച്ചർ സംഭവങ്ങൾ. പിന്നെ ഇത് ഫുള്ള് ഇതൊക്കെയാട്ടോ. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. കാരണം അത്രയ്ക്കും ക്ലോസ് ആയിട്ടാണ് ഇത് വെച്ചതുകൊണ്ടില്ലേ. ഓരോ ഇറക്കലിയും അതിൻ്റെ ലെവലിന് വെച്ച് ഇത്രയും ആ ഒരു വീടിൻ്റെ ആ ഒരു സെറ്റപ്പ് ആക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മാസം പോരാൻ തോന്നുന്നു. അതിന് മേലെ ഇതിട്ടുണ്ടാവും. അപ്പോൾ അത്രയും പെർഫെക്ഷനോട് ചെയ്യണമെങ്കിൽ ഇവരുടെ ടൈം കൺസപ്ഷൻ ആലോചിച്ച് നോക്ക്. ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു കൊറോണ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ പൊങ്ങുന്ന ഐറ്റമാണ് ഈ ബോട്ടിലാട്ട്. ഇത് നമ്മൾ കാണുമ്പോൾ നിസ്സാര സംഭവമാണ്, പക്ഷേ ഇതിന് ഒരുപാട് നേരത്തെ പണിയുണ്ട്. ഒരു ബോട്ടിലെടുത്ത് പെയിൻറ്റ് ചെയ്ത് അതിനൊരു രൂപം കൊടുത്ത് ഈ രീതി സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് നേരത്തെ വർക്കുണ്ട്. ഇതല്ലേ ഇത് ഭംഗി നോക്കി സംഭവം. എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ കളയുന്ന ബോട്ടിൽ എടുത്തിട്ട് അത് പെയിൻറ്റ് ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. അതിവിടെ വേറെ ബോട്ടിൽ തന്നില്ലേ. ഇത്തിരി അരിമണി ഇത് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇത് അരിമണി എടുത്തിട്ട് അത് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ് കാണുന്നത്. അത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. ഓക്കെ, പിന്നെ വേറൊരു ബോട്ടിലായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, ഇതൊക്കെ ബോട്ടിലിനകത്ത് ഇവർ വരച്ചിട്ട് പെയിൻറ്റ് ചെയ്തേക്കുന്നതാണ് കാണുന്നത് കേട്ടോ. അടിപൊളി, സൂപ്പറായിട്ടോ സംഭവം. നമുക്ക് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ട് ജീപ്പ് കിട്ടിയിട്ടുണ്ടോ, റേഞ്ച് റോവറാണ് കാണുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ഓടുന്നതല്ല, ഇത് ഗൾഫ് സാധനം കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. നമ്മൾ കാണിച്ചെടുത്ത് ഉണ്ടോ, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആട്ടോ നമ്മുടെ ഈ സംഭവം. ഇതുണ്ടല്ലേ, ഇത് മിനിയേച്ചർ രൂപം നമുക്ക് അറിയില്ല. ഇതിൻ്റെ ഓരോ സംഭവം, ഇതിൻ്റെ ഉള്ളിൽ സംഭവം ഉള്ളിൽ ഫോക്കസ് ചെയ്യുക. ഇതല്ലേ അതിൻ്റെ സീറ്റിങ്സ്,
ഗിയേഴ്സ് എല്ലാം ഓരോന്ന് ഈച്ച് ആൻഡ് എവറിത്തിങ് കീനായിട്ട് ഇത് പഠിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് എല്ലാ സൈഡും. ഇതാ ബെഹ്റിനാട്ടോ, ബെഹ്റിനിലെ റേഞ്ച് റോഡാണ് ഇതുള്ളത്. ഇത് ഓക്കെ, ഇത് നമ്മൾ ചെയ്ത ചേട്ടനാട്ടോ. ചേട്ടൻ്റെ പേരെന്താ? ജോൺസൺ. ഓക്കെ, അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു വർക്കാണിത്. ആക്ച്വലി എത്ര സമയം എടുക്കുന്നത് ചെയ്യാൻ? 3 മാസം എടുക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ 1 മാസമൊന്നുമല്ല കേട്ടോ, 3 മാസത്തെ പ്രയത്നമുണ്ട് പുറകിൽ. ചേട്ടൻ ഞാൻ ഈ ഫോട്ടോ നോക്കി അളവെടുത്ത് ചെയ്യുന്നതാണ്. ഈ യൂസ് ചെയ്യുന്ന മെറ്റീരിയലൊക്കെ അപ്പോൾ ഇതെല്ലാം ഫോം ഷീറ്റ് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ചെയ്തിട്ട് ഇങ്ങനെ ഒരു 3 മാസം ഇരുന്ന് ഇതിനകത്ത് വർക്ക് എടുക്കും. ഓക്കെ. ചേട്ടൻ ശരിക്കും ഡ്രൈവറാണ്. എവിടെ? നാട് ബെഹ്റിലാണ്. ഓ ശരി, കായംകുളം. ചേട്ടനിപ്പോൾ ബെഹ്റിനാണോ? ആണോ? അപ്പൊ ചേട്ടൻ ഇൻസ്പിറേഷൻ അവിടെ നിന്ന് കണ്ടിട്ട് തീർച്ചയാണല്ലേ? ഓക്കെ. ഈ ബസ് ഇതാണ്. ഓക്കെ, ഇത് നിങ്ങൾ നാട്ടിലെ മോഡലാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഈ സമയം 3 മാസമാണ് കൂടുതൽ എടുത്തത്. ഇത് കൂടുതൽ ടൈം ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ജയപാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കളവും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ അതിൽ കൂടെയാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വരുന്നത്. അതെ അതെ അതെ. ഓക്കെ, ഇതിനൊക്കെ ഒരുപാട് സമയം പ്രയത്നമല്ല. ഈ ബസ്സിലൊക്കെ ഒരു മിനിയേച്ചറിന്റെ ഏകദേശം അളവ് കിട്ടും. എല്ലാ അളവുണ്ട്. അപ്പോൾ അളവ് വെച്ചിട്ട് നിങ്ങളിത് ലാസ്റ്റ് പെയിന്റിംഗ്. ഓക്കെ ഓക്കെ. ഇതല്ല എക്സാക്ട് ഒരു ആ ബസ്സും ഈ ബസ്സും വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അത്രയും പെർഫെക്ഷൻ ആയിട്ടാണ്. ഇതിന്റെ ഫോട്ടോസ് ഒക്കെ അടുത്തുണ്ടാവുമോ? ഫോട്ടോസ് ഉണ്ട്. ഉണ്ടാവും. ഓക്കെ 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 ഓക്കെ. ഇതും യെസ് യെസ് യെസ്. ഇത് ലൈറ്റ് കത്തൊഴിക്കും അല്ലേ? ഓക്കെ. ഇതുണ്ടോ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിന്റെ ഉള്ളിൽ കാണുന്ന പോലത്തെ എല്ലാ ലൈറ്റ് സെറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് മിനിയേച്ചർ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു ബസ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ എല്ലാം സംഭവം ചെയ്തിട്ടുണ്ട് ഇവർ. ഓക്കെ, ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡല്ല, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ എല്ലാ ഐറ്റമുണ്ട്. ഈ കൊമ്പൻ ബസ് കാണാത്ത അധികം പേരുണ്ടാവില്ല. ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാറ്റസിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഐറ്റമാണ് ഈ കൊമ്പൻ. ഈ ബസ് ഇത് അവിടെ വേറെ ഇങ്ങോട്ടൊന്ന് കാണാം. താജ്മഹലിൻ്റെ ഒരുപാട് ബസ് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് മൊത്തം ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു ഏരിയ കേട്ടോ. ഇതാ നമുക്ക് സുഖം കാണിച്ചു തരാം. ബസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സാധനം കാട്ടിക്കൂട്ടി വെച്ചേക്കുമല്ലോ കേട്ടോ. ഇത് ഈ ഡോറ് വരെ നോക്കിയോ, ഈ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പുറകിലെ പ്രയത്നങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു റിയൽ ബസ് ഇങ്ങനെ ഉണ്ടാവുക. ആ റിയൽ ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതുണ്ടോ, ഇത് ക്ലോസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇതാ ഇത്രയും പെർഫെക്ഷനായിട്ട് ചെയ്യണമെങ്കിൽ ഇവർ ഇതിന് മുമ്പിൽ എടുക്കുന്ന സമയം, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു 2 മാസം 3 മാസം. നമ്മളൊക്കെ ഇതിൻ്റെ പുറകെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെ ഇതിനകത്തുള്ള ഇൻട്രസ്റ്റ് തന്നെയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ ഓരോ ആൾക്കാരും നമുക്ക് എന്താക്കാം, ഈച്ച് ആൻഡ് എവരി പേഴ്സണെ വിളിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് എന്തൊക്കെ ചെയ്താൽ ഇവരെങ്ങനെയാണ് ഇതിൻ്റെ പുറകെ ഇരിക്കുന്നത്, എത്ര ടൈമാണ് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഉള്ളത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെങ്കിൽ ഓരോ ആൾക്കാരെ നമുക്ക് നോക്കി വിളിച്ച് സംസാരിക്കാം. അപ്പം ഇതിൻ്റെയൊക്കെ ഉണ്ടാക്കിയ വ്യക്തികൾ താഴെ ഇതിനടുത്ത് തന്നെ ഉണ്ട്. അവരെ നമുക്ക് വിളിക്കുന്നു, അവരെ ചോദിക്കും ഓരോ പാർട്ട് എങ്ങനെ ചെയ്യുന്നുള്ളത്. ഈ തൽക്കാലം നമുക്ക് എന്താണ് ഓരോ സംഭവം കണ്ട് ഇതിൻ്റെ ഒരു ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ വലിയൊരു വാൻ ലൈഫ് കണ്ടില്ലേ, ആ വാൻ ലൈഫ് ചെയ്ത ആ ട്രക്ക് ഉണ്ടാക്കിയ ആളാണിത്. പുള്ളിൻ്റെ തന്നെയാണ് ഈ കാണുന്ന ഐറ്റംസ് മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്താക്കാം, ഈ പുള്ളിയെ പരിചയപ്പെടാം. പേരെന്തായിരുന്നു പറഞ്ഞാൽ? അർജുൻ ആണ് വീട്. മാഞ്ഞൂർ കോട്ടയം ജില്ലയാണല്ലേ. കോട്ടയത്ത് നിന്ന് വരുന്ന കേട്ടോ. ഇവിടെ വയനാട് ഇഷ്ടപ്പെട്ടു? വയനാട് ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ. അപ്പോൾ ഈ ബേസിക് എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ പഠിക്കുവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നാട്ടിൽ തന്നെ? ഓ അത് ശരി. ഇപ്പോൾ ക്ലാസ് ഇല്ലല്ലോ അല്ലേ, കൊറോണ നടക്കുന്നു. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു സംഭവത്തിലേക്ക് വന്നിട്ട് എത്ര കാലം ഉണ്ടാവും? ഇപ്പോൾ ഞാൻ 10 പഠിക്കുമ്പോൾ തൊട്ട് ചെയ്യുന്നുണ്ട്. വലിയ വണ്ടി ചെയ്ത് 10 പഠിക്കുമ്പോൾ ഇതാണ്. ഓക്കെ 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 ഫൈൻ. അപ്പോൾ ഈ സംഭവം ഉണ്ടെങ്കിൽ ഇത് പഴയ സംഭവമാണല്ലേ? ഇലക്ട്രിക് വണ്ടി. ഇതുണ്ടെങ്കിൽ 1907 പറഞ്ഞ 1907 ഈ സംഭവം. അത് എനിക്ക് ചിക്കാഗോയിലെങ്ങാണ്ട് കണ്ടുവന്നൊരു വണ്ടിയാണ്. അപ്പൊ ഞാനിത് പൊക്കി കാണിച്ചു തരാം. എടുക്കട്ടെ? ഓക്കെ ഫൈൻ. ഇതുണ്ടോ, ഇത് വർക്കാവോ ഈ സംഭവം? ഓടുന്നത് ഇതുണ്ട്. ഇത് ഓടുന്ന ടൈപ്പിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിന്റെ അടി നോക്കി കാണാൻ പറ്റുന്നുണ്ടോ? ആ പഴയ സ്പ്രിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ. ഇത് പണ്ട് നമ്മുടെ നാട്ടിലില്ല, പണ്ട് പുറത്ത് കണ്ടുവന്ന ടൈപ്പ് ഓഫ് വണ്ടിയാണത്.
അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു മിനിയേച്ചർ, ഇതിൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് ചെയ്തത്? ഫോട്ടോ ഓക്കെ ഓക്കെ. ഇത് വേണ്ട, 1942 നിന്ന് പോയി. ഓക്കെ ഓക്കെ. ഇത് ഇലക്ട്രിക് ആയിരുന്നു എല്ലാം? ഓക്കെ. ഇത് 1942 ആയപ്പോൾ നിന്ന് പോയി അല്ല ഈ സംഭവം? ഓക്കെ ഫൈൻ. ദൂരം ഇത് അധികം ദൂരം അന്ന് പോകാൻ പറ്റാത്തൊരു കിലോമീറ്റർ ആയിരുന്നല്ലേ? ഓക്കെ ഫൈൻ ഫൈൻ. അപ്പോൾ ഈ സംഭവം ചെയ്യാൻ എത്ര സമയം എടുത്തു? അത് എപ്പോഴും അങ്ങനെയല്ല, ഒരു ദിവസം ഒരു മണിക്കൂർ, ഇതൊരു 8 മണിക്കൂർ അത്ര എടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. പെയിന്റ് ഉണങ്ങാനുള്ള സമയത്തിന് അത്ര പിന്നെ ഓക്കെ. അപ്പോൾ ഡെയിലി ഓരോ ചെറിയൊരു വർക്ക് 4 മണിക്കൂർ അങ്ങനെ ചെയ്ത് വെക്കും, എന്നിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ കംപ്ലീറ്റ് ചെയ്യും ഒരു സംഭവം. ഓക്കെ. ഇത് നമ്മുടെ ഫോർഡാണല്ലോ. ഇപ്പൊ എടുക്കട്ടെ? എടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ ഓക്കെ. ഇത് ഓടുന്നതാണോ? ഇത് ഓടുന്നു. ഒരു മിനിറ്റ് പതുക്കെ പൊക്കാം. ശരി. ഇത് ഓക്കെ. ഇതാണല്ലേ ഇത് ഫോർഡിന്റെ ഈ വണ്ടി. പേരെന്താ അറിയാമോ? ഫോർഡിന്റെ നമ്മുടെ എൻട്രോവറിന്റെ ഒരു പുത്തൻ സെഗ്മെന്റ്, അത് ഞാൻ ചെയ്തു വന്നു, പിന്നെ ഞാൻ മാറ്റി. ഓ അത് ശരി ശരി. സമയം കിട്ടിയില്ല ഒന്ന് ചെയ്ത് തീർക്കാനേ. ബാക്കിയുള്ള ഇതുണ്ടോ ഇതെല്ലാം? ഇതിന്റെ ടയറൊക്കെ നോക്കിയോ? ഇത് റണ്ണിങ് ആണ് കേട്ടോ ഈ വണ്ടി. ഇത് റൺ ചെയ്യുന്ന വണ്ടിയാണ്. ഇതും ഈ പറഞ്ഞ മുമ്പ് ചെയ്തതാ അല്ലെങ്കിൽ അല്ല? ഇത് ചെയ്തിട്ട് അത് കഴിഞ്ഞു ഒരു 3 വർഷമായി. 3 വർഷം. ഓക്കെ ഓക്കെ. ഒരു 3 വർഷം പഴക്കമുള്ള വണ്ടി കേട്ടോ നിങ്ങളുടെ. ഞാൻ എല്ലാം പോയി താഴെ ഇത് ഇവിടെ തന്നെ വെക്കാൻ പറ്റും. കുറെ അടങ്ങി കൊണ്ട്. ഇത് നമ്മുടെ യുഎസ്എ മിലിറ്ററിന്റെ ഒരു സോറി ഇത് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഒരു മാറ്റാണ്. ഓ അത് ശരി. ഇതാ കണ്ടത്, ഇത് അമേരിക്കൻ മിലിറ്ററി കൈൻഡ് ഓഫ് ഒരു ജീപ്പാണിത്. വില്ലീസ് മോഡലാട്ടോ ഇത്. വില്ലീസ് മോഡലിന്റെ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ള ഒരു കൈൻഡ് ഓഫ് US മിലിറ്ററിന്റെ മോഡൽ വണ്ടിയാണ്. ഇതാണ്ടോ റണ്ണിങ് അല്ല. ഇത് ലൈറ്റ് കത്തും അല്ലേ? ഓക്കെ 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 ഓക്കെ. ബാറ്ററി ഉണ്ടിട്ടുണ്ട് ഇതിനകത്ത്? ഓക്കെ ഓക്കെ ഫൈൻ 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 ഫൈൻ. എനിക്കൊന്ന് വലിയ വണ്ടി ഉണ്ടാക്കാൻ അധികം സമയം വേണ്ടി വരില്ലേ? കമ്പാരിറ്റീവ്ലി ചെറുതല്ലേ പിന്നെയും? ചെറുതാ. എനിക്കിപ്പം വലുതുണ്ടാക്കാൻ ഇപ്പം സമയം എടുക്കുന്നതിന് വേണ്ടല്ലേ? ഇതെന്താണ്? അത് ഞാൻ ചുമ്മാ ഒരു GMCയുടെ ഇതല്ലേ? ഇതൊക്കെ എനിക്കൊന്ന് ഫോറിൻ മോഡലാട്ടോ. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ സംഭവങ്ങളൊന്നും. GMCന്റെ ഒരു മോഡൽ ട്രക്കാണിത്. ജീപ്പാണിത്. അപ്പോൾ നമ്മൾ കേരള സൈഡ് വിട്ടു. നമ്മളിപ്പോൾ ഇന്റർസൈറ്റ് പോകാട്ടോ. ഇതാ തമിഴ്നാടിന്റെ ബസ്. തമിഴ്നാടല്ല, ഇത് ബസ്സിന്റെ സംഭവങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തു വെച്ച ആളെ നമുക്ക് ഇപ്പൊ തന്നെ നേരിട്ട് പരിചയപ്പെടാം. പേരെങ്ങനെയാ? സെൽവ. ഇവിടെ തന്നെയാണോ? കേരളത്തിലാണോ? ഇല്ല, ഈറോഡ്. ഓക്കെ. അപ്പോൾ ഹീസ് ഫ്രം തമിഴ്നാട്. അപ്പോൾ മലയാളം തരുമോ? കുറച്ചറിയാം. ഓക്കെ. എനിക്ക് തമിഴും കുറച്ചറിയാം. ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇത് തമിഴ്നാട് മോഡൽ ബസ് ഇതൊക്കെ നിങ്ങൾ അവിടുന്ന് ഇപ്പം കൊണ്ടുവന്നതാണ് തമിഴ്നാട്ടിൽ നിന്നല്ലേ? അപ്പോൾ ഈ ഒരു മോഡൽ ചെയ്യാൻ എത്ര സമയം എടുക്കാറുണ്ട് അധികം? 1 മന്ത് ടൈമിലാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ കോളേജ് ഓഫീസിൽ വർക്ക്. ഓക്കെ 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 ഓക്കെ. ഇത് എന്ത് ടൈമിൽ സ്റ്റാർട്ട് പണിയാச்சு? இந்த ഈവനിങ് ബിഫോർ 1 ഇയർ. 1 ഇയർ ബിഫോർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ബസ്സിലാണല്ലോ ഇതൊക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഇവരെങ്ങനെ ഹൗ ഡു യു നോ ദീസ് പീപ്പിൾ? യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ട്. ഓക്കെ. അതുമൂലം പരിചയപ്പെട്ട് കോൺടാക്ട് ചെയ്ത് ഗ്രൂപ്പിൽ മെമ്പർ ആയിട്ടുണ്ട്. അത് ശരി. ഓക്കെ 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 ഓക്കെ. ഇതാ ഈ ബസ്സിൻ്റെ ഒരു മോഡൽ നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു മോഡലല്ല കേട്ടോ. തമിഴ്നാട് ബസ്സിന് വേറൊരു ടൈപ്പാണ് സംഭവങ്ങൾ മൊത്തം. ഇതിൻ്റെ പെയിൻറ്റ്സ് ഉണ്ടല്ലേ, പെയിൻ്റ് ആണെങ്കിൽ വ്യത്യാസമാണ്. അവരുടെ ഒരു സീറ്റിംഗ് സ്റ്റൈൽസ് ഉണ്ടല്ലേ, അത് വ്യത്യാസമാണ്. ഇതിൻ്റെ സീറ്റിങ്സ് എല്ലാം ഇത് മൊത്തത്തിൽ ഇതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക? അല്ലല്ല, ഈ 2% കാറാണ്. ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. ഈ റെഡും ഈ കളറും തമ്മിൽ എന്താണ്? ഇത് ഓൾഡ് മോഡൽ 2000 മോഡൽ തമിഴ്നാട് ബസ്സാണ്. ഓക്കെ, 2000 മോഡൽ. ചെന്നൈക്ക് തൊട്ടടുത്ത ഡിസ്ട്രിക്ട് വിழுப்புரம் ഡിസ്ട്രിക്ട്. ഓക്കെ. ആ ഡിസ്ട്രിക്ട് മോഡൽ കോൺസെപ്റ്റ് മോഡൽ. ഓ അത് ശരി. ഇത് കുംഭകോണം ഡിസ്ട്രിക്ട്, കുംഭകോണം ടൈപ്പ് അവിടെയുള്ള സ്ഥലത്തിന്റെ ടൈപ്പാണ്. 2010 മോഡലാണ്. 10 മോഡൽ. ഈ 2 മോഡലും ഇപ്പൊ സ്റ്റോപ്പായി. ഓക്കെ. ആക്ച്വലി ഈ സംഭവം ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കാണാൻ പറ്റില്ല. ഇതൊരു പഴയ 2010ഉം 2010ലും വന്ന മോഡലാണ്. ഇപ്പോൾ ഈ ടൈപ്പ് ഓഫ് ബസ് നമുക്ക് തമിഴ്നാട്ടിലില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല വലിപ്പമുണ്ട് ഈ ബസ്. ഫുൾ ഇത് യൂസ് ചെയ്തേക്കുന്നത് സെയിം മെറ്റീരിയൽ തന്നെ.
ഓക്കെ, കുറച്ച് വെയിറ്റ് കൂടുതലാണല്ലോ മറ്റേക്കാട്ട്. ഇത് ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് അതിനകത്ത്. ഓക്കെ, ഇതല്ല ലൈറ്റ് അടക്കം ഉണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ഇതാ ആ ഒരു ഇതെന്താ തമിഴ് ഇതെന്താ എഴുതിയേക്കണേ? എക്സ്പ്രസ് ചെന്നൈയാണ്. ഓക്കെ, ഇത് വിழுப்புரம் റീജിയൻ നെയിമാണ്. ഓക്കെ, ഇത് ഒരു നിക് നെയിം ആണ്. ഓക്കെ, ഇത് വന്ന് ചെന്നൈ. ഇത് ചെന്നൈ നട്ടോ, നമുക്ക് തമിഴ് വായിക്കാത്തതുകൊണ്ടാണ് ചെന്നൈ എഴുതിയേക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഓൾറെഡി നമ്മളിവിടെ ഇതാണല്ലേ ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ വേറൊരു മിനിയേച്ചർ സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. ഇതല്ലേ കൊമ്പൻ എന്ന ബസ് അറിയുന്ന ആൾക്കാർക്ക് അറിയാം കാളി എന്ന ബസ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇത് ചെയ്ത ആള് പേരെന്താ? റബി. എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് പേരാമ്പ്ര. ഓക്കെ, റബിനാണ് ഈ വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഈ കൊമ്പൻ ഫാനാണോ? ഫാനാണ്. ഇവർ കണ്ടിട്ടുണ്ടോ ഈ സംഭവം വർക്ക്? ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അടിപൊളി. ഇത് ചെയ്യാൻ കുറേ സമയം എടുത്തോ? 1.5 മാസം എടുത്തു. എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ ഡ്രൈവറാണ്. കോഴിക്കോട് തന്നെ, പേരാമ്പ്ര തന്നെ. എന്ത് ബസ്സാണോ? ഓട്ടോറിക്ഷ ഡ്രൈവർ. ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ സംഭവം ചെയ്യുന്നത് അല്ലേ? ലോക്ക്ഡൌൺ ചെയ്തത്. ഓക്കെ. ഇത് അപ്പം ഈ ബസ്സിനോട് ഒരു ക്രൈസ് ഉണ്ടോ? ക്രൈസ് ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് കണ്ടേ കൊമ്പൻ എന്ന ബസ് എല്ലാവർക്കും അറിയാം. എനിക്ക് മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് കൊമ്പൻ എന്ന ബസ്. കൊമ്പൻ ഫാൻസിന്റെ വലിയൊരു ടീം തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ബസ്സിന്റെ കാളി എന്ന രൂപത്തിന്റെ ഒരു വേർഷനാണിത്. ഇതിന്റെ ഉള്ളിലൊക്കെ കുറച്ച് മുമ്പ് എടുക്കട്ടെ. ഓക്കെ, ഇതുണ്ടോ? ഇതിങ്ങനെ ഇതാ ഡോർ തുറക്കാൻ പറ്റില്ല നമുക്ക് ഇതിന്റെ. യെസ്. ഇതാ ബസ് ഡോർ തുറക്കുന്ന സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്ന് എടുക്കാണിക്കട്ടെ. ഇതാ ആ ബസ്, ഈ ബസ് അതുപോലെ തന്നെ ക്രിയേറ്റ് വെച്ചേക്കാണ് കേട്ടോ. ഇതുണ്ടല്ലേ, ഈ ബസ്സിന്റെ ഒറിജിനൽ ഫോട്ടോസ് ആരെയും കയ്യിലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തപ്പി കാണാൻ പറ്റും. അതേ സെറ്റപ്പിൽ ആ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിന്റെ ബ്ലൂ പ്രിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്ര സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത്. ഇതാ നമ്മുടെ നാട്ടില് ചീറിപ്പായുന്ന ഐറ്റമാണ് കേട്ടോ ഇത്, ആംബുലൻസ്. ഇത് എനിക്ക് തോന്നുന്നത് ഉണ്ടല്ലോ എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു ആംബുലൻസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് ചെയ്ത ആളിനെ ചോദിക്കാം എൻ്റെ കാര്യങ്ങളെ കുറിച്ച്. ഇതാ നമ്മുടെ പേര്? എൻ്റെ പേര് ശ്രീകുമാർ. ഓക്കെ, ചേട്ടനാണ് കേട്ടോ നമ്മളൊക്കെ ഇന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ആക്ച്വലി പുള്ളിക്കാരൻ വഴിയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ടെന്നുള്ളത്. നമ്മുടെ സജി സാറുണ്ട്, ഓഫീസ് ആണെങ്കിലും സജി സാറിനോട് കണക്ഷനില്ലേ? അതെ ഞങ്ങള് ഫ്രണ്ട്സാണ്. ഓക്കെ, സജി സാറാണ് നമ്മൾ ഈ പുള്ളിയെ കണക്ട് ചെയ്ത് തരുന്നത്. പുള്ളി വഴിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ചേട്ടന്റെ ഐഡിയോളജി ആണല്ലോ ഇത് മൊത്തം അല്ലേ? ഓക്കെ. അപ്പൊ ഗവൺമെന്റ് സംഭവങ്ങളാണ് താല്പര്യം കൂടുതലാണ്. അപ്പൊ ഇത് എങ്ങനെ സംഭവം? ഇത് മൊബൈൽ ഐ സി മൊബൈൽ ഐ സി എന്ന് നമുക്ക് പറയാം. അഡ്വാൻസ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, ACLS ആംബുലൻസ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് ആയ പേഷ്യന്റോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പേഷ്യൻസ് വന്നാലും നമുക്ക് ഇതിനകത്ത് എക്യുപ്മെന്റ് വെച്ച് നമുക്ക് അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇത്ര കാര്യങ്ങൾ കൂടുതൽ അറിയാൻ ചേട്ടൻ ചെയ്യുന്നതായിരിക്കും. ഞാനൊരു നേഴ്സാണ് ആക്ച്വലി. ഞാനൊരു ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച് നേഴ്സ് ആയതുകൊണ്ട് പുള്ളിക്ക് A to Z കാര്യങ്ങൾ അറിയാം. അപ്പൊ അത്രയും എടുത്തോട്ടെ. തീർച്ചയായും. ഓക്കെ, ഫൈൻ. ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും പുള്ളിക്ക് അറിയുന്നുണ്ടെന്നാണ്. അത്രയും കാര്യങ്ങൾ ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. ഒരു ആംബുലൻസ് എങ്ങനെയാണോ ആ ആംബുലൻസ് അങ്ങനെ തന്നെ അതിന്റെ മിനിയേച്ചർ ക്രിയേഷൻ ആണ് കാണുന്നത്. ഇത് ഏകദേശം എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഇതൊക്കെ ചെയ്യാൻ? ഇത് ഒരു മാസം. ചേട്ടൻ ഈ ടെൻഷൻ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നത്? നൈറ്റിലിരിക്കും, പിന്നെ ഓഫ് ഡേയ്സിൽ ചെയ്യും അല്ലേ? അത് ശരി. അപ്പോൾ ഇത് ലോക്ക്ഡൌൺ സമയത്താണ് ഇതൊക്കെ? അതെല്ലാം ലോക്ക്ഡൌൺ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആക്ച്വലി ഇതിനോടുള്ള ഒരു ക്രേസ് അപ്പോൾ തുടങ്ങി ഉണ്ടാവുക? ഇത് ആക്ച്വലി നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം വിട്ടു, നമ്മുടെ പ്രൊഫഷണൽ ആയിട്ട് പോയി. പിന്നെ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ ഒരു ബ്രദറിന്റെ കൊച്ചിന് വേണ്ടി ചെയ്തു. ഫോട്ടോ അയച്ചപ്പോൾ പിന്നെ എനിക്കൊരു ക്രേസായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലെ ജയബാലേട്ടനെ വിളിച്ചു. ജയബാലേട്ട ഹെൽപ്പ് ചെയ്തു. പരിചയപ്പെടാൻ എന്തായാലും പുള്ളി നമുക്ക് എന്തായാലും കാണുന്നുണ്ട്. ഓക്കെ, പുള്ളിയാണ് ഇതിലേക്ക്. ജയബാലേട്ടന്റെ ഒരു സപ്പോർട്ടിലാണ് ഞങ്ങളെല്ലാവരും. ഞാൻ സ്റ്റാർട്ട് ചെയ്തതിൽ ഇങ്ങനെ ജയബാലേട്ടന്റെ സപ്പോർട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കിട്ടിയ അറിവുകൾ നല്ല കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മുടേതായ ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഇത് അതാണ്. ഇനി അത് ഇതും ചേട്ടനല്ലേ? ഇത് ചെയ്തതാണ്. ഇത് ചേട്ടനാ ഇതല്ലേ? ഇത് എന്തിന്റെ ഒരു താറാണ്. ഓക്കെ, പഴയ മോഡല് താറ്. അതിനെ ജസ്റ്റ് ഒന്ന് കുറച്ച് മോഡിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ എതിരാന്നറിയില്ല. അതിപ്പോഴല്ലേ ആക്ച്വലി
ഈ സംഭവം മോഡിഫൈ ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്താൽ മാത്രമേ കുഴപ്പമുള്ളൂ. മോഡിഫൈ ആയിട്ടുള്ള താറിന്റെ ഒരു മിനിയേച്ചർ സംഭവമാണിത്. ഓക്കെ, ഇതാ താറ് ജീപ്പ് കണ്ട എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു മോഡിഫിക്കേഷന്റെ ഭംഗി. അത് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ ആ രസം കിട്ടില്ല. ഇത് റൺ ചെയ്യുന്ന ഇത് റൺ ചെയ്യില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ലൈറ്റിംഗ് എല്ലാം ഓക്കെ 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 ഓക്കെ. സീറ്റ് ഇതെല്ലാം പുഷ് ബാക്ക് സെറ്റ്. ഓ അത് ശരി, അത് ശരി. നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാം. ഓപ്പണിംഗ് ആണ്. ഇതാ ഡോസ് 2 ഓപ്പണിംഗ് ആണ്. ഡോസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ബാക്കി എല്ലാ ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ഡീറ്റെയിലിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ടൈം വരുന്നത് അല്ലേ? ഈ സംഭവം ഇപ്പൊ നമ്മളിപ്പോ കണ്ട ഒരുപാട് വണ്ടികളിൽ നമ്മൾ കണ്ട സാധനമെങ്കിൽ എക്സാക്ട് കോപ്പി എന്ന് പറയാം. അപ്പൊ അത്രയും ചെയ്യണമെങ്കിൽ ആ ഡീറ്റെയിലിംഗ് ഉണ്ടെങ്കിൽ ഓരോന്ന് ഇരുന്ന് നോക്കി കണ്ടുപിടിച്ച് വേണം ചെയ്യാം. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ ടൈം എടുക്കും അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്തെടുക്കുന്ന സമയം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു എങ്ങനെയാ ഈ രാത്രി ഇരിക്കും, ഓഫ് ഡേയ്സിലിരിക്കും, അത് പഠിക്കും, എന്നിട്ട് ഈ ചെയ്ത് ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഒരുപാട് ടൈമിന്റെ കൺസെപ്ഷൻ വരുന്ന പരിപാടിയാണ് ഈ മിനിയേച്ചർ. നമ്മൾ ശരിക്കും ചെറിയ സാധനമല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാന്ന്. ഇതിന് ഒരുപാട് ടൈമിന്റെ വർക്ക് നമ്മൾ യൂസ് ചെയ്യണം. കാരണം ഇവരൊക്കെ ഈ ഒരു സംഭവമായിട്ട് മാത്രം വരുന്ന ആൾക്കാരല്ല, ഇവർക്ക് വേറെ ജോബ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇവർ ഇരുന്നിട്ട് ഓരോ സംഭവം ഇരുന്ന് പഠിച്ചാണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നത്. അത് ഇവിടെ കാണുന്ന ഓരോ വണ്ടി കണ്ടാൽ അറിയാൻ പറ്റും. കാരണം അത്രയ്ക്കും എഫോർട്ടിന്റെ പുറകുണ്ട്. അപ്പം നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഗ്രൂപ്പിന്റെ പല വർക്ക്ഷോപ്പ് നടത്തിയിട്ടുണ്ട്. അപ്പൊ കോവിഡിന്റെ മാനദണ്ഡങ്ങളും കോവിഡിന്റെ പ്രശ്നങ്ങൾ പ്രമാണിച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, ഒരു വർഷമായിട്ട് നടന്നില്ല. ഇപ്പോൾ പുതിയൊരു ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇതിന്റെ ഒരു ഇവരിപ്പോ നേരത്തെ ഒക്കെ പറഞ്ഞിരുന്ന ആളുണ്ട്, ജയപാലൻ. ഓക്കെ, പുള്ളി നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അങ്ങോട്ട് പോകാം. നമ്മൾ ഇത്ര നേരവും കേട്ടോണ്ടിരുന്ന പേരുണ്ട്, എന്താ? ജയപാലൻ. പുള്ളിയാണ് കേട്ടോ ആള്. ഇവരെ മൊത്തം കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു സംഭവത്തിലേക്ക് സെറ്റപ്പ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ് ജയപാലേട്ടൻ. ചേട്ടൻ ഈ ഫീൽഡിൽ കുറെ ആയി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ കുറെ വർഷമായി. ചേട്ടൻ ശരിക്കും എന്താ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി സിവിൽ എഞ്ചിനീയർ. എവിടെയാണ് നാട്? കോട്ടയത്താണ്. അപ്പൊ കോട്ടയത്ത് ചേട്ടന് ഈ സിവിൽ എഞ്ചിനീയറിന്റെ ഇടയ്ക്കാണ് ഈ സംഭവങ്ങളല്ല. ഓക്കെ, അപ്പൊ ഈ സംഭവം ഇത്ര ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭവം സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇത് ആക്ച്വലി ശ്രീകുമാറാണ് ഇപ്പോൾ ഇതിന്റെ ഒരു പരിപാടി, ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് സിബി സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ നമുക്കതൊരു ഞാൻ ആലോചിച്ചപ്പോ ഞാനും ശ്രീകുമാറും മാത്രം പങ്കെടുക്കേണ്ട ഒരു കാര്യമല്ല, ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ട്. അപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് വില്ലിംഗ് ആയിട്ട് ഞങ്ങൾ ഇതൊരു എക്സ്പോ എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ പറഞ്ഞത് ഒരു മീറ്റപ്പ് ആയിട്ടാണ്. അപ്പൊ അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു മീറ്റപ്പിലോട്ട് താല്പര്യമുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആൾക്കാരെ നമ്മൾ ഇതിന്റെ തൊട്ട് മിങ്കിൾ ചെയ്തു. എന്റെ ഏറ്റവും വലിയ സംഭവമാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഉണ്ടാവും കേട്ടോ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ഈ മിനിയേച്ചർ ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവർ ഈ സംഭവം ചെയ്യുന്ന പരിപാടി. ഇപ്പം മിക്കവാറും എല്ലാ ജില്ലയിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ഈ ഒരു ഇന്ന് വന്നു ചേർന്നത്. അതെ അതെ, അത് തന്നെ വലിയൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇതിൽ പരസ്പരം ഇന്നലെ കണ്ട ആൾക്കാരുണ്ട്. ഇന്നലെ ഞാൻ കൂടുതൽ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ അറിയാം, ഓരോരുത്തരുടെ പേര് പറയാം. പക്ഷെ ഇവരിൽ പലരും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. അത് ഇവിടെ വന്നിട്ട് കണ്ടു. അപ്പൊ അവര് തമ്മിലുള്ള ഇപ്പോഴത്തെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിംഗ്ലിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതെ അതെ, കാരണം അത് വലിയൊരു സംഭവം. അതെ അതെ, തീർച്ചയായും. അപ്പൊ നമുക്ക് ഈ സംഭവം ചേട്ടൻ്റെ കുറച്ച് വർക്ക്സ് നമുക്ക് കണ്ടാലോ? അപ്പൊ നമുക്ക് കൂടുതൽ അറിയുകയും ചെയ്യാം. ഓക്കെ, KSRTC ഇഷ്ടപ്പെടാത്ത ആരുമില്ല. ആനവണ്ടി ലവേഴ്സ് ആണ് കേരളത്തിൽ മൊത്തം. അപ്പൊ ആനവണ്ടിനെ കുറിച്ചുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ ചേട്ടൻ ഉണ്ടാക്കിയ ആനവണ്ടി മോഡലാണ്. പക്ഷെ അധികം ആരും കാണാത്തൊരു മോഡൽ എനിക്ക് തോന്നുന്നു. ഇതിനെ കുറിച്ച് ചേട്ടൻ എന്താ സംഭവം ശരിക്കും? ഇതെന്ന് പറയുന്നത് ശരിക്കും KSRTC ഇങ്ങനെ ഒരു ബസ് ഇല്ല. അപ്പോ KSRTC പുതിയ കാലഘട്ടത്തില് ഈ ബോഡി കോഡ് നിയമപ്രകാരം ചെയ്യുകയാണെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള സമയത്ത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരു സജഷൻ നമ്മൾ വെക്കണം. കാരണം KSRTC ഒരു നിലവിൽ ഒരു വീൽ ബേസ് ഉള്ള ഒരു മോഡലാണ് ചേസ് എടുക്കുന്നത്. അപ്പൊ ആ ചേസിന് പറ്റുന്നതും എന്നാൽ നമ്മുടെ പുതിയ കൺസെപ്റ്റുകളെല്ലാം കോഴിക്കോട് നിയമപ്രകാരമുള്ള കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്റേതായ ഒരു സ്റ്റൈലും കൂടെ വെച്ചു. പക്ഷെ കൂടുതലും നമ്മളിപ്പോ നിലവിലുള്ള KSRTC സ്റ്റൈല് തന്നെ എടുത്തു. ആ പെയിന്റിങ് കാര്യങ്ങളൊക്കെ നിലവിലുള്ള KSRTC സൂപ്പർ ഫാസ്റ്റ് എന്നുള്ള ഒരു മോഡലാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ പ്രൈവറ്റ് നമ്മുടെ കുറച്ചുകൂടെ ലോക്കൽ
ടൈപ്പ് ഓർഡിനറി ടൈപ്പ് ഒക്കെ മാറ്റിയെടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ സാധാരണ KSRTC നിന്നും ഈ KSRTC വ്യത്യാസം നമുക്ക് കൊടുത്ത എന്തൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് നമ്മള് ബോഡി കോഡ് നിയമത്തില് വന്ന വണ്ടി എന്ന് പറയുന്നത് കൊണ്ടോടി ബോഡിയിൽ, കോട്ടയത്തുള്ള കൊണ്ടോടി ബോഡിയിൽ വന്ന വണ്ടിയാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ട് സീറ്റ്, KSRTC ആരാധകർക്ക് അറിയാം ഇങ്ങനെ ഒരു ഹോട്ട് സീറ്റ് ഉണ്ട്. അത് സിംഗിൾ സീറ്റ് കണ്ടക്ടർ സീറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സിംഗിൾ സീറ്റ് ആണ്. ഇങ്ങനെ ഒരു സീറ്റ് ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് കൊണ്ടോടി ബോഡിയിൽ വന്ന പുതിയ മോഡൽ വന്നത്. അപ്പൊ ഞാൻ ആ ഒരു സീറ്റ് കൂടെ അവിടെ ഉൾപ്പെടുത്തിയിട്ട് ആ ഒരു ആരാധകർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇതേ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സിൽ ചെയ്യാൻ പറ്റും. കാരണം കൊണ്ടോടിക്ക് 49 സീറ്റാണ്, ഈ ബസ്സിന് ഇപ്പൊ 49 സീറ്റ് സെയിം സീറ്റാണ്. പക്ഷെ ഞാൻ ഈ സിംഗിൾ സീറ്റ് ഉൾപ്പെടുത്തിയിട്ടാണ് 49 സീറ്റ്. ശരി. പിന്നെ വേറെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നേക്കുന്നത്? വേറെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബാക്ക്, ഈ ബാക്ക് എന്റെ ഫുൾ കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ ചേട്ടൻ, ഇങ്ങനെ ഒരു ബാക്ക് ഇല്ല. ഇങ്ങനെ ഒരു ബാക്കിൽ ചിലപ്പോൾ KSRTC ചെയ്തുകൂടെ ആവുകയില്ല. അത് കാണിക്കട്ടെ ഒരു മിനിറ്റ്. ഈ ഒരു ബാക്കിൽ ഇപ്പൊ KSRTC ഇല്ല അല്ലേ? ഈ ഒരു ടൈപ്പിലല്ല KSRTC ലാസ്റ്റ് ടൈപ്പ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാനതൊരു സിംഗിൾ വിൻഡോ ആക്കി. അപ്പൊ അത് എമർജൻസി എക്സിറ്റും കൂടെ ആയിട്ടുള്ള വിൻഡോ സ്റ്റൈലിലാക്കി. ആക്ച്വലി ഈ സംഭവം ഗവൺമെന്റ് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവോ? ഇതിപ്പോ ഞാൻ ഓൾറെഡി ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിലൂടെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് ഈ ഒരു തീരുമാനം എടുക്കാൻ ആയിട്ടില്ല. കാരണം ഇതിന്റെ പുതിയ നിയമപ്രകാരമുള്ള കാര്യങ്ങളിലോട്ട് KSRTC എത്തിയിട്ടില്ല. അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ചിലപ്പോൾ പരിഗണിക്കായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ഇതുണ്ടല്ലേ നമ്മളെ KSRTCന്റെ മിനിയേച്ചർ മോഡലുണ്ടെങ്കിൽ ഈ റിയൽ KSRTC മാറി നിൽക്കും ഇതിന് മുമ്പിൽ. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിന്റെ ഓരോ ഡീറ്റെയിലിംഗ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇതല്ലേ ആ സീറ്റിങ്, അതിന്റെ സ്റ്റെപ്സ്, അതിന്റെ ഉള്ളിലത്തെ സംഭവം വരെ ആ സ്റ്റീൽ സംഭവങ്ങളൊക്കെ പക്ക അതേ സ്റ്റൈലിലാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഇതാ സൂപ്പർ ഫാസ്റ്റ് മോഡലാട്ടോ ഇത്. ഇതാ ഇതിന്റെ ബാക്കിൽ തന്നെ ഇതൊക്കെ ആക്ച്വലി ഈ KSRTC ഇഷ്ടമുണ്ടോ? തീർച്ചയായും. അതെ, KSRTC എന്നല്ല എല്ലാ ടൈപ്പ് വാഹനങ്ങളോടും ഇഷ്ടമാണ്. കൂടുതലും KSRTC അല്ലെങ്കിൽ പ്രൈവറ്റിലൊക്കെ ആണെങ്കിലും KSRTC ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. KSRTC ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ആനവണ്ടി ഭ്രാന്തന്മാരാണ് അധികം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരെ യാത്ര ചെയ്യുന്ന ഈ വണ്ടിയിലായിരിക്കും. അതെ, ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളിലത്തെ സംഭവം കാണിച്ചു കൊടുക്കുക. ഇതിന്റെ സീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥ KSRTCന്റെ അതേ ടൈപ്പ് സീറ്റിംഗ് സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് നമ്മൾ കോട്ടയം നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ് കേട്ടോ. ആരെയും കയറാനുണ്ടെങ്കിൽ ഈ ബസ്സിന് കയറാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കാഴ്ചകളുടെ വിസ്മയപൂരം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളിവിടെ ഒരുപാട് കലാസൃഷ്ടികൾ കണ്ടു. അപ്പം അതിനു പുറകിൽ ഒരുപാട് കലാകാരന്മാരുടെ മാസങ്ങളുടെ അധ്വാനമുണ്ട്. സോ ആ കലാകാരന്മാരുടെ കഴിവുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. സോ നിങ്ങൾ ആരും മറക്കാതെ ആ വീഡിയോ കാണേണ്ടതാണ്. So keep watching and stay blessed. Until then, bye from Hiking Tribes.